കൊലപാതകം നടന്ന ദിവസങ്ങൾ കഴിയുമ്പോഴും ബാലരാമപുരം കേസിൽ സർവത്ര അവ്യക്തതയാണ്. അതിനിടെയാണ് കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെതിരായ തട്ടിപ്പ് കേസ്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നായിരുന്നു ശ്രീധു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ശ്രീധു ജോലി ചെയ്തിട്ടില്ല. ജോലി വാഗ്ദാനം ചെയ്ത് പലതവണകളായി 10 ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു ബാലരാമപുരം സ്വദേശി ഷിജുവിന്റെ പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ. ഷിജുവിന് പുറമെ മറ്റ് 5 പേർ കൂടി പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകളിൽ കരിക്കകം സ്വദേശിയായ ജോത്സ്യൻ ദേവിദാസിന് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകളും കുഞ്ഞിന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന വിഷയത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും ദേവിദാസിന്റെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കൊലക്കേസിൽ കുറ്റസമ്മതം നടത്തി ജയിലിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അടിക്കടി മൊഴിമാറ്റി പറയുന്ന ഹരികുമാറിനെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. കൊലപാതകം നടന്ന വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പും നടന്നേക്കും. ബാലരാമപുരത്തു നിന്നും അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.